Good morning. Okay, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് OPD-ലെ ജനറൽ പ്രോബ്ലംസ് ആയിരുന്നു അല്ലേ? ഓക്കെ, എന്തൊക്കെയാന്ന് നോക്കുന്നുണ്ടോ? ഗുഡ് മോർണിംഗ്. ഓക്കെ, എന്തൊക്കെയായിരുന്നു ജനറൽ പ്രോബ്ലംസ് ആയിട്ട് വരുന്നത്? ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ്, അതുപോലെ തന്നെ inappropriate appointment system, long waiting time for medication room, അതുപോലെ shortage of facilities, insufficient training of medical personnel concerning ambulatory care, fragmentation of care, poor communication and inadequate understanding of their demands, and organizational structure geared to traditional preference and needs of the providers, resistance to change. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി നെക്സ്റ്റ് നോക്കാം സ്പെസിഫിക് പ്രോബ്ലംസ്. ഓക്കെ, സ്പെസിഫിക് പ്രോബ്ലംസ്. ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. ഡ്യൂട്ടീസ് അണ്ടർടേക്കൺ ബൈ ദ auxiliaries are done correctly in order to keep pace with the consultation of doctors. Thus create inappropriate documentation. ഇപ്പോ ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഇപ്പൊ ഡോക്ടേഴ്സിനെ സഹായിക്കാനായിട്ട് ഒരു അസിസ്റ്റന്റ് ഉണ്ടാവില്ലേ? ഇല്ലേ? നമ്മളിപ്പോ കുഞ്ഞുകുട്ടികളൊക്കെ കൊണ്ടുപോകുമ്പോ ഡോക്ടേഴ്സിനെ മോളൊക്കെ കാണിക്കാനായിട്ട് കൊണ്ടുപോകും. ഇപ്പൊ എവിടെയായാലും ഏത് ഡോക്ടേഴ്സിനായാലും ആരുണ്ടാവും? അസിസ്റ്റന്റ് ആയിട്ട് നഴ്സുമാര് നിൽക്കും, അല്ലെ? ഡോക്ടേഴ്സിനെ സഹായിക്കാനായിട്ട് ഫയൽ എടുത്തു കൊടുക്കാൻ, ഡോക്യുമെന്റേഷൻസ് എടുത്തു കൊടുക്കാനായിട്ട്, മെഡിക്കൽ റെക്കോർഡ്സുകള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു കൊണ്ടുവരിക, അതുപോലെ ടോക്കൺ വിളിക്കുക, ആളുകളെ കയറ്റാം, അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അസിസ്റ്റന്റ് ആയിട്ടുള്ള നഴ്സുമാര് നിൽക്കും. അപ്പൊ അവരെന്ത് ചെയ്യും? ഇപ്പൊ ഡോക്ടേഴ്സ് വന്ന തിരക്കിലോ അല്ലെങ്കിൽ രോഗികൾ കൂടുതലുള്ള ഒരു പരിഭ്രാന്തിയിലൊക്കെ എന്ത് ചെയ്യും? ഒരു പേഷ്യന്റിന്റെ റെക്കോർഡ്സുകൾ അല്ലെങ്കിൽ എന്താ ഡോക്യുമെന്റേഷൻ എടുത്തിട്ട് മറ്റു രോഗിയുടെ ഡോക്യുമെന്റിൽ വെക്കും, ഇല്ലേ? അതുപോലെ തന്നെ മറ്റു ഫയലിൽ വെക്കാൻ, ഫയലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാ, അല്ലെങ്കിൽ ഡോക്യുമെന്റ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാനായിട്ട് ചാൻസസുകൾ ഉണ്ട്. അതാണ് ഒരു സ്പെസിഫിക് പ്രോബ്ലംസ് ആയിട്ട് പറയുന്നത്. ഡോക്ടറെ സഹായിക്കാൻ നിൽക്കുന്ന അസിസ്റ്റന്റ് നഴ്സുമാർക്ക് ഇങ്ങനെ പല തിരക്കുകൾ, ധൃതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഡോക്യുമെന്റ്സുകളായാലും റിപ്പോർട്ട്സുകളായാലും മാറിപ്പോവാനായിട്ട്, ഒരു പേഷ്യൻസിന്റെ റിപ്പോർട്ടുകൾ എടുത്ത് മറ്റു പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡിൽ വെക്കാനായിട്ട് ചാൻസസുകൾ കൂടുതലാണ്. ഇനി നെക്സ്റ്റ് പറയുന്നത് auxiliary of a staff sometimes misbehave with the patients. ഇല്ലേ? ചെയ്യാറുണ്ടോ? മിസ്ബിഹേവ് ചെയ്യാറുണ്ടോ? മിസ്ബിഹേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോശമായിട്ട് പെരുമാറുന്നത്, അല്ലെ? ഇപ്പൊ പലർക്കും പല എക്സ്പീരിയൻസ് ഉണ്ടാവും. ആർക്കെങ്കിലും ഇതൊക്കെ അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായവരുണ്ടോ? ഫിലിമിലേക്ക് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുമോ സിസ്റ്റം? ഓക്കെ, പറഞ്ഞോളൂ കേട്ടോ. മോനായിട്ട് ഡോക്ടറെ കാണിക്കാൻ പോയതായിരുന്നു. ഡോക്ടറെ അടുത്ത് പോയപ്പോ അവിടെ ചെന്നപ്പോ ഇതേപോലെ ഇന്നലെ ടീച്ചർ പറഞ്ഞ പോലെ ഇത് എടുത്തിട്ടുണ്ടായിരുന്നില്ല, ടോക്കൺ. നമ്മൾ ബുക്ക് ചെയ്യാണ്ട് അപ്പോയിന്റ്മെന്റ് എടുക്കാണ്ട് പോയത്. അപ്പൊ അത് അവര് പറഞ്ഞപ്പോ എങ്ങനെയാണ് എല്ലാവരും ഇരിക്കണത്, നിങ്ങൾക്ക് ഇവിടെ സ്പെഷ്യാലിറ്റി ഒന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചു. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോന്നോ? എങ്ങനെയാ ഡോക്ടറെ കാണിച്ചു? പിന്നീട് ഇല്ല, നമ്മൾ വെയിറ്റ് ചെയ്തല്ല. അങ്ങനെ തിമിനെ പറഞ്ഞതുപോലെ പലർക്കും പല സാഹചര്യങ്ങൾ അല്ലെങ്കിൽ എക്സ്പീരിയൻസുകൾ ഉണ്ടായിട്ടുണ്ടാവും, അല്ലെ? വളരെ ബുദ്ധിമുട്ടുകള്, നമ്മളോട് മോശമായിട്ട് പെരുമാറുന്ന രീതിയോ, അല്ലെങ്കിൽ അവരുടെ ജോലി തിരക്കുകള്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ആവാം ഇങ്ങനെ മോശമായിട്ട് പെരുമാറുന്ന രീതി, അല്ലെ? പക്ഷെ അങ്ങനെ അവിടെ വരുന്ന രോഗികളോട് ഇങ്ങനെ മോശമായിട്ട് പെരുമാറാനായിട്ട് പാടോ? ഇല്ല. നല്ല രീതിയിൽ, അല്ലെ?
അവർക്ക് അവരുടെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട സർവീസുകൾ കൊടുക്കുമ്പോൾ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. പേഷ്യന്റ് ആണ് അവരുടെ അസറ്റ് എന്ന് പറയുന്നത് അല്ലെ. പേഷ്യൻസ് ഉണ്ടായാൽ മാത്രമാണ് ഹോസ്പിറ്റലിൽ എന്ത് കിട്ടുള്ളൂ, പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അവിടെ വരുന്ന ഓരോ സ്റ്റാഫുകളും പേഷ്യൻസിനോട് പെരുമാറേണ്ടത് നല്ല രീതിയിലായിരിക്കും. മിസ്ബിഹേവ് ഒട്ടും ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുന്നുണ്ട്. അതുമാണ് സെക്കൻഡ് സ്പെസിഫിക് പ്രോബ്ലംസ് ആയിട്ട് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം. In absence of an appointment system, patients start accumulating even before office time start, creating a long queue of patients even before the arrival of doctors. എന്താ പറയുന്നത്, ഈ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഇല്ലാത്തൊരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ രോഗികൾ ഇങ്ങനെ ക്യൂ ആയിരിക്കും അല്ലെ. അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടില്ല അല്ലെങ്കിൽ ആ സിസ്റ്റം ഇല്ലാത്തൊരു ഹോസ്പിറ്റൽ ആണെങ്കിൽ എന്തായിരിക്കും, ആ ഡേ തുടങ്ങുമ്പോൾ ചിലപ്പോ അവിടെ സ്റ്റാഫുകളൊന്നും വന്നിട്ടുണ്ടാകില്ല, ചിലപ്പോ അത് ഗേറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ടാകില്ല. അതിന് മുമ്പേ ഇപ്പോ ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ചില ഇപ്പൊ വ്യാഴാഴ്ചകളിലൊക്കെ അവിടെ പ്രഷറിന്റെ മരുന്നൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അവിടേക്കൊക്കെ ഇപ്പൊ അമ്മമാരായാലും പല ഏജ്ഡ് ആയിട്ടുള്ള അമ്മമാരൊക്കെ ആയാലും അവരൊക്കെ കാലത്ത് തന്നെ പോകുന്നത് കാണാം. ഞങ്ങളുടെ അവിടെ തന്നെ അങ്ങനെ അവര് വാങ്ങിക്കാനായിട്ട് അല്ലെങ്കിൽ തിരക്ക് കൂടും അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടൊക്കെ കാലത്ത് തന്നെ ക്യൂ നിൽക്കാനായിട്ട് പോകുന്നത് കാണാം. അപ്പൊ അതൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പോയിന്റ്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെയുള്ള ടോക്കണൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല അല്ലെ. പക്ഷെ ഇങ്ങനെയുള്ള അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഇല്ലാത്തൊരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് ആളുകൾ തടിച്ചുകൂടി നിൽക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ട്. തടിച്ചുകൂടി നിൽക്കുമ്പോൾ തന്നെ ആളുകൾക്കുള്ള അസുഖങ്ങൾ മറ്റുള്ളവർക്ക് പകരാനായിട്ട് ചാൻസ് ഉണ്ട്. വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. അപ്പൊ അതും എന്താണ് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഇനി നോക്കാം നെക്സ്റ്റ് പ്രോബ്ലം. Interruption of consultation or investigation. പലർക്കും അത് പറ്റാറുണ്ട് അല്ലെ. ഇപ്പൊ കൺസൾട്ടേഷൻ ഇന്ററപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ കൺസൾട്ടേഷൻ കിട്ടാത്ത ഒരവസ്ഥ. ചില ഡോക്ടേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ, ഇപ്പൊ ഒരു രോഗി വന്നു, ഡോക്ടർ പരിശോധിക്കാനിരിക്കുന്ന ടൈമില് ഡോക്ടറോട് നമ്മുടെ ലക്ഷണങ്ങൾ ആദ്യം പറയും അല്ലെ. എന്താ പറ്റിയെന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പൊ പറയും പനിയാണെങ്കിൽ പനി, അപ്പൊ എപ്പോ തുടങ്ങി എന്നൊക്കെ ചോദിച്ച് നമ്മളെ വിശേഷങ്ങൾ അറിഞ്ഞ് ലക്ഷണങ്ങൾ മനസ്സിലാക്കി പ്രിസ്ക്രിപ്ഷൻ തരുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. നേരെ മറിച്ച് തിരിച്ചും ഉള്ള ഡോക്ടേഴ്സ് ഉണ്ട് അല്ലെ. തിരിച്ചും അങ്ങനെ ചെയ്യാത്തവരുണ്ട് ഇല്ലേ. ഇപ്പൊ എന്താണ് നമ്മൾ പറയും അല്ലെ, ജലദോഷം തുടങ്ങി, പിന്നെ ചുമ വന്നു, പിന്നെ പനിയായി, അപ്പൊ നമ്മുടെ വിശേഷങ്ങൾ പറയും. പക്ഷെ അവര് നമ്മളെ കേൾക്കാത്ത ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. ചില ഡോക്ടേഴ്സ് ചില രോഗികൾ വന്ന് പറയാറുണ്ട് എന്താണ്, വന്നിരിക്കുന്നത് കാണാം, പ്രിസ്ക്രിപ്ഷൻ തരുന്നത് കാണാം, നമ്മുടെ കാര്യങ്ങൾ പറയാനായിട്ടോ അല്ലെങ്കിൽ നമ്മളോട് ചോദിച്ച് മനസ്സിലാക്കാനായിട്ടോ ചില ഡോക്ടേഴ്സ് അതിന് തയ്യാറാവാത്ത ഡോക്ടേഴ്സ് ഉണ്ടാവാം ഇല്ലേ. ഉണ്ടോ എക്സ്പീരിയൻസ് അങ്ങനെ? ചില ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വേറെ ഡോക്ടേഴ്സ് ആയാലും ഇത്തിരി ബുദ്ധിമുട്ടാണ് ചില രോഗികളെ മനസ്സിലാക്കാനായിട്ട്, അവരുടെ രോഗലക്ഷണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് അവർക്ക് തയ്യാറാവാത്ത സ്റ്റാഫുകൾ അവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോ ഇൻവെസ്റ്റിഗേഷൻ അല്ലെ, ടെസ്റ്റുകളൊക്കെ എന്താണ് കറക്റ്റ് ആയിട്ട് ചെയ്യാതെ ഇല്ലേ. അങ്ങനെ ഇപ്പോ ഈ CG ഒക്കെ എടുക്കുമ്പോ അതില് ചിലപ്പോ ഞാൻ പറഞ്ഞില്ലേ എന്റെ മകനിലോ ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണ്. അപ്പൊ അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ച ചെയ്തിട്ട് ആൾക്ക് വേരിയേഷൻ ഉണ്ടായിരുന്നില്ല. CG എടുത്തപ്പോ വേരിയേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി ചെയ്യാനുള്ള സാഹചര്യം വന്നു. അപ്പൊ അവിടെ ചെയ്തപ്പോ എന്താണ് വേരിയേഷൻ വന്നു. അപ്പോ വേരിയേഷൻ അത് അറ്റാക്കിന്റെ ഒരു ആരംഭമായിട്ടാണ് പറയുന്നത് ഇപ്പോൾ ഡോക്ടേഴ്സ്. അപ്പോ അവിടെ ആള് പറയുന്നത് ഇങ്ങനെയാണ്, അത് കറക്റ്റ് ആയിട്ട് കിടത്തിയില്ല, കറക്റ്റ് ആയിട്ട് അത് വെച്ചില്ല, അതുകൊണ്ടായിരിക്കാം അങ്ങനെ വേരിയേഷൻ വന്നത് എന്ന് രോഗികൾക്ക് ചിലപ്പോ തോന്നാം അല്ലെ. അപ്പൊ അവര് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് കെയർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് അവർ ഇൻവെസ്റ്റിഗേഷൻ ടെസ്റ്റുകളോ അല്ലെങ്കിൽ റിപ്പോർട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ടെസ്റ്റുകളോ സ്കാനുകളോ ആയാലും കറക്റ്റ് ആയിട്ട് ചെയ്യാത്തൊരവസ്ഥ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥ കൺസൾട്ടേഷൻ ആയാലും ഇൻവെസ്റ്റിഗേഷൻ ആയാലും കറക്റ്റ് രീതിയിൽ പരിശോധിക്കാതെയുള്ള അവസ്ഥയും എന്താണ് ഒരു സ്പെസിഫിക് പ്രോബ്ലം ആണ്. ഇനി നെക്സ്റ്റ് ആണ് ഇത് ലാക്ക് ഓഫ് പ്രൈവസി എന്ന് പറയുന്നത്. ലാക്ക് ഓഫ് പ്രൈവസി എന്ന് പറഞ്ഞാല് ഡോക്ടറിന്റെ ആ കൺസൾട്ടേഷൻ റൂമിന്റെ തൊട്ടടുത്തായിട്ട് എന്തുണ്ടാവും,
ചിലപ്പോ പരിശോധനാ സ്ഥലങ്ങൾ ഉണ്ടാവും അല്ലെ. ഒരു റൂമിൽ നമ്മളിങ്ങനെ കറക്റ്റ് ഇട്ടോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു റൂം ഉണ്ടാവും. ഈ റൂമോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ടെസ്റ്റ് എക്സ്റേ എടുക്കാൻ പോകുമ്പോ കറക്റ്റ് ആയിട്ട് അത് എന്താ മറയ്ക്കാത്തൊരവസ്ഥ അല്ലെങ്കിൽ ക്ലോത്ത് ഇട്ട് മറയ്ക്കാത്തൊരവസ്ഥയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് അല്ലെ. ഇപ്പൊ നമുക്കറിയാം ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ ഡോക്ടറുടെ ആ റൂമിന്റെ വാതിലിന്റെ അടുത്ത് തന്നെ കുറെ രോഗികളെ തിങ്ങി നിൽക്കും. അപ്പൊ എന്താണ്, ഇപ്പോ കിടത്തി ചികിത്സിക്കേണ്ട അല്ലെങ്കിൽ കിടത്തി പരിശോധിക്കേണ്ട ഒരു രോഗിയാണ് ഇരിക്കുന്നതെങ്കിൽ കറക്റ്റായിട്ട് മറച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. കിടക്കാൻ പരിശോധന അതൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അങ്ങനെയുള്ള സാഹചര്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും എന്താണ്, അതൊരു സ്പെസിഫിക് പ്രോബ്ലം ആയിട്ടാണ് പറയുന്നത്. ലാക്ക് ഓഫ് പ്രൈവസി, സ്വകാര്യത അല്ലെ. ഒരു രോഗിക്ക് തന്റെ ആ രോഗങ്ങളെ എന്താണ് ഇതാക്കാനായിട്ട് അല്ലെ, പരിശോധിക്കാനായിട്ട് കിടത്തി ചികിത്സിക്കാനായിട്ട് ഇങ്ങനെ കറക്റ്റായിട്ടൊക്കെ വെച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള റൂം ഇല്ല, ഓപ്പൺ ആയിട്ട് കിടക്കുന്ന സാഹചര്യം വന്നാൽ അതും ബുദ്ധിമുട്ടാണ്. ഇനി നെക്സ്റ്റ് ആണ് ഇല്ലിജിബിൾ ഹാൻഡ് റൈറ്റിംഗ് ഓഫ് ഡോക്ടേഴ്സ്. നമ്മൾ സ്ഥിരം അത് നമ്മൾ കാണാറുണ്ട് അല്ലെ. ഡോക്ടേഴ്സിന്റെ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഇല്ലേ, നമ്മളുടെ ഇപ്പോ ചിലവരൊക്കെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ എഴുതുമ്പോ ഇതെന്താണ് ഡോക്ടേഴ്സിന്റെ ഹാൻഡ് റൈറ്റിംഗ് പോലെയാണല്ലേ എന്ന് പറയാറുണ്ട്. കാര്യം എന്താ, നമുക്കൊന്നും മനസ്സിലാവില്ല ഡോക്ടേഴ്സിന്റെ എഴുതുന്നത് അല്ലെ. ഓക്കെ. അപ്പൊ കറക്റ്റ് ഹാൻഡ് റൈറ്റിങ്ങളൊക്കെ എഴുതി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ മരുന്ന് മാറ്റി കൊടുക്കാനായിട്ടും അതുപോലെ രോഗി മരുന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാല് എന്താണ് ഹെൽത്ത് കണ്ടീഷൻ മോശമാവാൻ സാധ്യതയുണ്ട്, ആളുകൾ മരിക്കാൻ വരെ സാധ്യതയുണ്ടല്ല. അപ്പൊ കറക്റ്റായിട്ട് ഹാൻഡ് റൈറ്റിംഗ് വായിക്കത്തക്ക രീതിയിൽ മറ്റുള്ളവർക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഹാൻഡ് റൈറ്റിംഗ് രീതി കൊടുക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള ഡോക്ടേഴ്സിന്റെ ചില ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ വളരെ മോശമാണ്. ഡോക്ടേഴ്സ് ഓക്കെ. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണ്, പോളിഫാർമസി. പോളിഫാർമസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രോഗി തന്നെ പല രോഗങ്ങൾക്കും മരുന്ന് കഴിക്കുന്നുണ്ട്. ഇപ്പൊ ആ രോഗിക്ക് ഷുഗർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, പ്രഷർ ഉണ്ട്, അങ്ങനെ പല രോഗങ്ങൾക്കും മരുന്ന് കഴിക്കുന്ന ഒരു രോഗി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, എല്ലാ അസുഖങ്ങൾക്കും നമ്മൾ മരുന്ന് കൊടുക്കണം അല്ലെ ഫാർമസിയിൽ നിന്ന്. അപ്പൊ എന്താണ്, ഇത് എത്ര എണ്ണം കൊടുക്കണം അല്ലെങ്കിൽ ഇത് എത്ര എണ്ണം വെച്ചിട്ടാണ് കഴിക്കേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആർക്ക് വരുന്നുണ്ട്, ഫാർമസിയിൽ നിൽക്കുന്ന സ്റ്റാഫുകൾക്ക് വരും. ഓക്കെ, ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവാ അല്ലെ, കഴിക്കുന്നതോ അല്ലെങ്കിൽ ഡോസുകൾ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ മാറിപ്പോവാനായിട്ട് ചാൻസുകൾ ഉണ്ടാകുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ക്യൂ ആർ നോട്ട് പ്രോപ്പർലി മെയിൻറ്റെയിൻഡ്. എന്താ പറയുന്നത്, ക്യൂസ് ഒക്കെ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു അല്ലെ, ഡോക്ടേഴ്സിന്റെ കൺസൾട്ടേഷൻ റൂമിൽ ഇങ്ങനെ തടിച്ചു കൂടി നിൽക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. ആളുകൾക്ക് പല രോഗങ്ങളും അല്ലെ, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പല രോഗങ്ങളും പകരാനായിട്ട് ചാൻസുകൾ. അപ്പൊ ക്യൂസ് പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ടോ? ഇല്ല അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രശ്നം വരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ എന്താണ്, പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻ ആർ നോട്ട് ഓൾവേസ് അവൈലബിൾ അറ്റ് ഫാർമസി. എന്താ, ഡോക്ടർ എഴുതുന്ന മരുന്നുകള് എവിടെ ഉണ്ടാവില്ല, ഫാർമസിയിൽ ഇല്ലാത്ത അവസ്ഥ. അതും രോഗികൾക്ക് ഒരു ബുദ്ധിമുട്ടായിട്ടാണ്. ചില മരുന്നുകളൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചോളൂ എന്ന് പറയാറുണ്ട് ഇല്ലേ, നമ്മൾ ചെയ്യുമ്പോ ഇത് ഇവിടെ ഇല്ല കേട്ടോ, പുറത്തുനിന്ന് വാങ്ങിച്ചോളൂ ഇല്ലേ. അപ്പൊ അങ്ങനെയും രോഗികൾക്ക് ബുദ്ധിമുട്ട് വരാറുണ്ട്. ഇനി നെക്സ്റ്റ് നോക്കാം, യൂസ് ഓഫ് ട്രേഡ് നെയിം ഓഫ് മെഡിസിൻ ബൈ ഡോക്ടേഴ്സ് ക്രിയേറ്റ് കൺഫ്യൂഷൻ ടു പേഷ്യന്റ് when different names medications of the same genera are supplied to the patients. ഇവിടെ ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്, ജനറിക് മെഡിസിനും അതുപോലെ തന്നെ ട്രേഡ് മെഡിസിനും. എന്താണ് ജനറിക് മെഡിസിൻ എന്ന് പറഞ്ഞാല് അറിയോ എന്താണെന്നുള്ളത്? എന്തായിരിക്കാം ജനറിക് മെഡിസിൻ? അറിയില്ല. ഓക്കെ, ജനറിക് മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനി ആദ്യമായിട്ട് നിർമ്മിക്കുന്ന മെഡിസിൻ. ഓക്കെ, ലോകത്തില് ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഗവൺമെന്റ് ആയിട്ടാണ്, ഗവൺമെന്റിന്റെ ഒരു കമ്പനി ഒരു ലോകത്ത് ആദ്യമായിട്ട് നിർമ്മിക്കുന്ന ഒരു മെഡിസിനെയാണ് നമ്മൾ ഇതെന്ന് പറയുന്നത് ജനറിക് മെഡിസിൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ പാരസിറ്റാമോൾ ആദ്യ കാലഘട്ടങ്ങളിൽ എങ്ങനെയായിരുന്നു?
ആദ്യം നമുക്ക് 250 ഒരു പാരസെറ്റാമോൾ അല്ലെ ഗുളിക തരും, ടാബ്ലറ്റ് തരും. അത് 500 ആയിട്ട് മാറി. അതുപോലെ തന്നെ അതെന്താണ് ആദ്യം വട്ടത്തിലൊക്കെ ആയിരുന്നു, പിന്നീട് ഒരു ഓവൽ ഷേപ്പിൽ, അങ്ങനെ ഒരു ഷേപ്പിൽ മാറി അല്ലെ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അപ്പൊ ജനറിക് മെഡിസിന്റെ കൺസെപ്റ്റ് മനസ്സിലായില്ലേ? ആദ്യമായിട്ടൊരു കമ്പനി നിർമ്മിക്കുന്ന മെഡിസിൻ, ആദ്യമായിട്ട് മാനുഫാക്ചർ ചെയ്യുന്ന മെഡിസിനെയാണ് ജനറിക് മെഡിസിൻ എന്ന് പറയുന്നത്. അപ്പോ ആദ്യ കാലഘട്ടങ്ങളിൽ പാരസെറ്റാമോൾ എങ്ങനെയായിരുന്നു എന്നുള്ളതൊന്നും ഓർക്കാം. അതാണ് ഫസ്റ്റ് കമ്പനി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി എന്ത് ചെയ്തു? ഈ പാരസെറ്റാമോളിന്റെ കണ്ടന്റ് അതുപോലെ കാര്യങ്ങൾ, എല്ലാ കണ്ടന്റുകളും എടുത്തുകൊണ്ട് വേറെ കമ്പനീസ് പാരസെറ്റാമോൾ ഇറക്കാനായിട്ട് തുടങ്ങി. അതിന്റെ നെയിമാണ് എന്ത്? ഇപ്പോൾ നമ്മള് ഈ എന്താ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന എന്തായിരിക്കും ട്രേഡ് മെഡിസിൻ എന്ന് പറയുന്നത്? എന്താ കഴിക്കാറ്? പാരസെറ്റാമോളിന് പകരം ഇപ്പോ പാരസെറ്റാമോൾ ഒന്നും കഴിച്ചാൽ നമുക്ക് കേൾക്കൂലല്ലോ. ഇപ്പൊ എന്താ കഴിക്കാറ് നമ്മള്? 650 ഡോളോ അല്ലെ? ഡോളോ ആണ് കഴിക്കാറ് അല്ലെ? അതും എന്താണ്? പാരസെറ്റാമോൾ ആണ് അല്ലെ? അപ്പൊ അവരെന്ത് ചെയ്തു? ആദ്യം കമ്പനി ജനറിക് മെഡിസിനിൽ നിന്ന് ഈ കണ്ടന്റ് അല്ലെ, എന്തൊക്കെയാണ് പാരസെറ്റാമോളിലുള്ളത് അതൊക്കെ എടുത്ത്, അതിന്റെ കണ്ടന്റുകൾ എടുത്ത് എന്ത് ചെയ്തു? വേറെ കമ്പനി മാറ്റം വരുത്തിയിട്ട് അവര് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി അല്ലെ. ഷേപ്പില് അല്ലെ, ഡോളോ ശ്രദ്ധിച്ചാൽ കാണാം, ഒരു എന്താണ് കോളത്തിന്റെ ഷേപ്പിലാണ് അല്ലെ. ഷേപ്പില് മാറ്റം വരുത്താൻ തുടങ്ങി. അതുപോലെ തന്നെ അതിന്റെ കളറില്, റാപ്പിങ്ങിന്റെ കളറില്, റാപ്പിങ്ങിൽ മാറ്റം വരുത്താൻ തുടങ്ങി അല്ലെ. അതുപോലെ തന്നെ ഇപ്പൊ കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കുന്ന സിറപ്പ്, പാരസെറ്റാമോളിന്റെ സിറപ്പ് ആയിട്ടുണ്ടെങ്കിലും എന്താണ് പല ഫ്ലേവേഴ്സില്, അതുപോലെ കണ്ടന്റ് സെയിം ആയിരിക്കാം, പല ഫ്ലേവേഴ്സ്, പല കളറിങ് അല്ലെ, കളറിലൊക്കെയാണ് ഇത് നിർമ്മിക്കുന്നത് അല്ലെ. മനസ്സിലായോ? ജനറിക് മെഡിസിൻ എന്ന് പറഞ്ഞാല് കമ്പനി ആദ്യമായിട്ട് നിർമ്മിച്ചത്. ഇനി അതിനുശേഷം അവരുടെ ആ കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ പാരസെറ്റാമോളിന്റെ കണ്ടന്റ് എടുത്തുകൊണ്ട് വേറെ കമ്പനി നിർമ്മിച്ചിട്ടാണ് ഈ ഡോളോ അതുപോലെ തന്നെ പാരസെറ്റാമോൾസ് ഒക്കെ സിറപ്പുകൾ നിങ്ങൾക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ട്രേഡ് മെഡിസിൻ എന്ന് പറയുന്നത്. അപ്പോ ഇനി നമ്മൾ കണ്ടിട്ടുണ്ട് ഈ മെഡിക്കൽ റെപ്പേഴ്സ് ഇല്ലേ, റെപ്പർമാര് വന്നിട്ട് എന്ത് ചെയ്യും? ഓരോ ഡോക്ടേഴ്സിന്റെ അടുത്ത് കയറിയിട്ട് അവരുടെ കമ്പനീസിന്റെ മരുന്നുകള് അവർക്ക് കൊടുക്കും അല്ലെ. ഓക്കെ, അപ്പോ ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഇവര് അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ മെഡിക്കൽ ഷോപ്പിൽ ട്രേഡ് മെഡിസിൻ കൊടുക്കുന്നു അല്ലെ. മെഡിക്കൽ ഷോപ്പിൽ ട്രേഡ് മെഡിസിൻ ആണ് കൊടുക്കുന്നത്. വേറെ കമ്പനീസ് നമ്മൾ പറയാറുണ്ടല്ലേ, ഇത് വേറെ കമ്പനിയുടെ ആണ് കേട്ടോ, അല്ലെങ്കിൽ ഇത് വേറെ കമ്പനിയുടെ ആണ്, ഈ മരുന്നില്ല ഇത് വേറെ കമ്പനിയുടെ ആണ്, അങ്ങനെ മതിയോ നിങ്ങൾക്ക് ഇത് ചോദിക്കാറുണ്ടല്ലേ ഈ മെഡിക്കൽ ഷോപ്പിലൊക്കെ കയറുമ്പോൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവിടെ നിന്ന് നമ്മൾ സാധനങ്ങള് അല്ലെങ്കിൽ മെഡിസിനുകൾ വാങ്ങിക്കും ഇല്ലേ. അപ്പൊ എന്താണ് ഈ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ എന്താണ് ഈ ഡോക്ടർ കൊടുക്കുന്ന മരുന്ന് ചിലപ്പോ ഡോക്ടർ എഴുതുന്നത്, ഇപ്പോ കുട്ടികളെയൊക്കെ ഡോക്ടർ വീട്ടില് നമ്മളെ കാണിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഡോക്ടറുടെ ആ അടുത്തുള്ള ഏരിയാസിൽ നിന്ന് മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആ ഡോക്ടർ എഴുതുന്ന മരുന്ന് കിട്ടുന്നത്, അല്ലെങ്കിൽ അടുത്തുള്ള ആ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് അല്ലെ. സ്പെസിഫിക് ആയിട്ടുള്ള ഡോക്ടർ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് മാത്രമാണ് നമുക്ക് കിട്ടുന്നത് ഇല്ലേ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? വേറെ സ്ഥലത്ത് പോയി ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഇത്തിരി മാറിപ്പോയി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടില്ല, ഇല്ല എന്നേ പറയാറുള്ളൂ. എന്തായിരിക്കാം കാരണം? ആ റെപ്പുമാര് വന്ന് നിൽക്കുന്നതോ അല്ലെങ്കിൽ ആ ഡോക്ടേഴ്സിന് അവിടെ എന്തുണ്ടാവും? അത്തരത്തിലുള്ള മരുന്നുകൾ എഴുതി കൊടുത്തു കഴിഞ്ഞാല് അവരിൽ നിന്ന് എന്ത് കിട്ടും? എന്താ കിട്ടാ? കമ്മീഷൻ കിട്ടും ഇല്ലേ. ഇങ്ങനെയുള്ള മരുന്നുകള് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആയിരിക്കുന്ന പ്രദേശത്ത് ഡോക്ടേഴ്സ് കൊടുക്കുന്ന മരുന്നുകളായിരിക്കാം ഉണ്ടാകുന്നത്, കമ്മീഷൻ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അപ്പോ പല പേഷ്യൻസിനും അങ്ങനെ എന്താണ് കിട്ടാത്തത്, അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് മാറി ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അവൈലബിൾ അല്ല, എന്തായിരിക്കാം കാരണം? ഇങ്ങനെ പല പേഷ്യന്റിനും കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. അതും എന്താണ് ഒരു പ്രോബ്ലം ആണ്. നമ്മൾ ഇപ്പൊ വേറെ സ്ഥലത്ത്, ഇപ്പോ എറണാകുളത്ത് കിട്ടുന്ന മരുന്ന് കൊടുങ്ങല്ലൂർ ഉണ്ടാവില്ല, അല്ലെങ്കിൽ പറവൂർ ഉണ്ടാവില്ല. എന്തായിരിക്കാം? ആ ഡോക്ടർ ഇരിക്കുന്ന പ്രദേശത്ത് മാത്രം കിട്ടുള്ളൂ, എന്നാലേ എന്താണ് അവർക്ക് കമ്മീഷൻ കിട്ടുള്ളൂ. ഓക്കെ, മനസ്സിലായോ? അതാണ് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അങ്ങനെ രോഗികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്താണ് ഇത് കിട്ടാത്തത് എന്നുള്ളത്. ഇനി നെക്സ്റ്റ് ആണ് നോ ക്ലിയർ അഡ്വൈസ് അബൌട്ട് വെൻ ഹൗ ലോങ് ടു ടേക്ക് ദ മെഡിസിൻ. എന്താ പറയുന്നത്? ഇവിടെ പറയുന്നത് നോ ക്ലിയർ അഡ്വൈസ് അബൌട്ട് വെൻ ഹൗ ലോങ് ടു ടേക്ക് ദ മെഡിസിൻ. ഇപ്പോ കൊളസ്ട്രോൾ ഉള്ള ആള്
കൊളസ്ട്രോൾ ചെക്ക് ചെയ്തപ്പോ കൊളസ്ട്രോൾ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്തു? സ്വാഭാവികമായിട്ട് നമ്മുടെ ഡോക്ടറെ അടുത്ത് പോകും അല്ലെ. ഡോക്ടർ പറയും 2 മാസം മരുന്ന് കഴിക്കും, മരുന്ന് കഴിച്ചിട്ട് നമുക്കൊന്നും ചെക്ക് ചെയ്യാം, ചെക്ക് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ട്രീറ്റ്മെന്റ് തുടങ്ങാം എന്ന് പറയും. അങ്ങനെ 2 മാസത്തേക്ക് മരുന്ന് കൊടുത്തു. മരുന്ന് കഴിച്ചു കഴിഞ്ഞ് പിന്നെ റിസൾട്ട് ചെക്ക് ചെയ്തപ്പോ അത് നോർമൽ ആയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? സാധാരണ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ ഡോക്ടർ പറയും ഇനി കഴിക്കേണ്ട, എക്സസൈസും അതിലൊക്കെ പോയിട്ട് നമ്മളിങ്ങനെ ഭക്ഷണങ്ങൾ കൺട്രോൾ ചെയ്ത് ഇരുന്നാൽ മതി അല്ലെ, കൂട്ടാൻ പാടില്ല എന്ന് പറഞ്ഞു തരും അല്ലെ സാധാരണഗതിയിലുള്ള ഡോക്ടേഴ്സ്. ചില ഡോക്ടേഴ്സ് എന്ത് ചെയ്യും? ഒരു 2 മാസത്തുകൂടി കഴിച്ചോളൂ, അല്ലെങ്കിൽ 1 മാസത്തുകൂടി കഴിച്ചോളൂ എന്ന് പറയും. എന്തായിരിക്കാം റീസൺ? എന്തായിരിക്കാം അങ്ങനെ പറയുന്നതിന്റെ കാരണം? ഡോസ് കുറവായിരിക്കും. പിന്നെ വേറെ എന്തെങ്കിലും? നോർമൽ ആയിട്ടുണ്ടല്ലോ, പിന്നെ നമ്മൾ കഴിക്കേണ്ട ആവശ്യമുണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. റിസൾട്ട് നോർമൽ ആയി, പിന്നെ കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെയും ഡോക്ടർ പറയുന്നുണ്ട് 1 മാസത്തേക്ക് കഴിക്കാനായിട്ട്. എന്തായിരിക്കാം കാരണം? അല്ലെങ്കിൽ ഡോക്ടറിന്റെ വെരി ഗുഡ് കമ്മീഷൻ കിട്ടുന്നത് അല്ലെ. ഡോക്ടറിന് ആ മരുന്ന് കൊടുത്ത് വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടറിന് എന്ത് കിട്ടും? മെഡിസിൻ പോകാനായിട്ട് അല്ലെ. ഓക്കെ, അങ്ങനെയാണ് അവിടെ വരുന്നത്. കമ്മീഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലെ. മെഡിസിൻ അവർക്കൊരു ടാർജറ്റ് ഉണ്ടാവും, ഇത്ര മാസം ഇത്ര മരുന്നുകൾ വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര % കമ്മീഷൻ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അവരങ്ങനെ പറയുന്നത്. ഓക്കെ. Sometimes the wrong medicine are given by the pharmacist. ഇല്ലേ, ഡോക്ടേഴ്സ് എഴുതുന്നത് മനസ്സിലാവാതെ എന്ത് ചെയ്യും? മരുന്നുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കൊടുക്കാൻ സാധ്യതയുണ്ട്. അതും എന്താണ്? സ്പെസിഫിക് പ്രോബ്ലം ആണ്. ഇനി നെക്സ്റ്റ് നോക്കാം. ഇൻസഫിഷ്യന്റ് ആൻഡ് അൺക്ലീൻഡ് ടോയ്ലറ്റ്സ്. കഴിഞ്ഞ എന്താണ് ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ പോവാനായിട്ട് മടിക്കുന്നത് എന്താ? അത്ര വൃത്തിയില്ലാത്തത് കൊണ്ട്. പക്ഷെ ഇപ്പോഴുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ ഇത്തിരി മെച്ചപ്പെട്ട് തുടങ്ങിയല്ലേ. ഓക്കെ, പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ ആരും ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ പോവില്ല. ഇതായിരിക്കും കാരണം വൃത്തിയില്ല, ഒരു ക്ലീനിങ് അല്ല അല്ലെ. ടോയ്ലറ്റ് ഒക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് അല്ലെ കയറാനൊക്കെ നമുക്ക്. അതുകൊണ്ട് അപ്പൊ അങ്ങനെയും പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് സ്പെസിഫിക് പ്രോബ്ലംസിൽ വരുന്നത്. ക്ലിയർ ആയോ? വായിച്ചു നോക്കാം കേട്ടോ. വായിച്ചത് ക്ലിയർ ആയെങ്കിൽ തമ്മിടാം. ടെക്സ്റ്റ് ബുക്ക് കിട്ടിയില്ലേ എല്ലാവർക്കും? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം മെത്തേഡ്സ് ടു സോൾവ്. നമ്മളെ കുറച്ച് പ്രോബ്ലംസ് അല്ലെ, ജനറൽ ആയിട്ടുള്ളതും അതുപോലെ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ അവിടെ കണ്ടു. ഇനി അത് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്യാം എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? ആഡിക്വേറ്റ് ഡയറക്ഷണൽ സൈൻ. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ത് ചെയ്യണം? സൈൻ ബോർഡുകൾ ഉണ്ടാവണം അല്ലെ. നമുക്കിപ്പോ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് അറിയാത്തൊരു ചിലപ്പോ പ്രായമായവരൊക്കെ വരികയാണെങ്കിൽ അവർക്ക് എന്താണ്, എങ്ങോട്ടാണ് പോകേണ്ടത്, ഏത് ഡിപ്പാർട്ട്മെന്റ്, ഏതാണ് റിസപ്ഷൻ ഏരിയ, അല്ലെങ്കിൽ ഏതാണ് എൻക്വയറി ഏരിയ, ഏതാണ് എക്സിറ്റ് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് അറിയാൻ പറ്റില്ല അല്ലെ. നമ്മളായാലും എന്താണ്, ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വഴിതെറ്റി പോകാൻ ചാൻസ് ഉണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ കൃത്യമായ സ്ഥലങ്ങളിൽ എന്ത് സ്ഥാപിക്കണം? സൈൻ ബോർഡുകൾ സ്ഥാപിക്കണം. വേ ഔട്ട്, വേ ഇൻ, എക്സിറ്റ്, അതുപോലെ എന്താ
ഓർത്തോ ഡിപ്പാർട്ട്മെന്റ്, റിസപ്ഷൻ ഏരിയ, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെയുള്ള സൈൻ ബോർഡുകൾ സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണ്. ക്യുക്ക് computerized registration and electronic record keeping for a quick retrieval. എന്താ പറയുന്നത്, ഈ നമ്മൾ ഓരോ രോഗികളും വരുമ്പോ പേപ്പർ റെക്കോർഡ്സ് ഒക്കെയാണ് കീപ്പ് ചെയ്യുന്നതെങ്കിൽ എന്താണ് ഡാറ്റാസുകൾ പോവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഓരോ രജിസ്ട്രേഷനും എന്ത് ചെയ്യണം, കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഡാറ്റകൾ റിട്രീവ് ചെയ്ത് വീണ്ടെടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അത് അവൈലബിൾ ആയിരിക്കും, ആക്യുറേറ്റ് ആയിരിക്കും, എറേഴ്സ് ഉണ്ടാകില്ല അല്ലെ. പെട്ടെന്ന് തന്നെ നമുക്ക് ആ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് റിട്രീവ് ചെയ്ത് വീണ്ടെടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ എന്താണ്, മൾട്ടിപ്പിൾ ആൻഡ് മൾട്ടി പർപ്പസ് ഫീ കളക്ഷൻ സോൺ. എന്താ ഉദ്ദേശിക്കുന്നത്, മൾട്ടിപ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ്, ഇപ്പോ ഒരു ഫീ കളക്ഷൻ ക്യാഷ് കൗണ്ടർ മാത്രം ഇല്ലെങ്കിൽ എന്താണ് വളരെ ബുദ്ധിമുട്ടായിരിക്കും, തിക്കും തിരക്കായിരിക്കും അല്ലെ. അപ്പൊ അവിടെ പറയുന്നത് അതാണ്, മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഫീ കളക്ഷൻ സോൺ അല്ലെ, കൗണ്ടേഴ്സുകൾ നിർമ്മിക്കുക. ഇനി അതുപോലെ തന്നെ adequate number of doctors as per the patient volumes. പേഷ്യൻസിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, മതിയായ രീതിയിലുള്ള ഡോക്ടേഴ്സ് അവിടെ അവൈലബിൾ ആക്കി കൊടുക്കുക. ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം, ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം അവൈലബിൾ ആക്കാം. പിന്നെ എന്താണ്, മൾട്ടിപ്പിൾ ബ്ലഡ് കളക്ഷൻ ഓർ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ് സ്റ്റാഫിംഗ് based on needs. അതുപോലെ തന്നെ ഫീ കളക്ഷൻ സോൺ പോലെ എന്ത് ചെയ്യണം, മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബ്ലഡ് കളക്ഷൻ. ഇപ്പൊ ലാബ് ഒക്കെ ആണെങ്കിൽ ഒരു ലാബ് അല്ലെങ്കിൽ ഒരു ഇതുള്ളെങ്കിൽ എന്താണ് വളരെ ബുദ്ധിമുട്ടാണ് ആളുകൾക്ക്, അവിടെ ഇവിടെ തിരക്കും അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം, മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബ്ലഡ് കളക്ഷൻ സോണുകൾ, ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും സ്റ്റാഫുകളും അവിടെ അവൈലബിൾ ആയിരിക്കണം. ആഡിക്വേറ്റ് സീറ്റിംഗ് കപ്പാസിറ്റി, entertainment with the TV, magazines or health education measures through leaflet, posters, magazines. ചില ഹോസ്പിറ്റലുകളിൽ കാണാം അല്ലെ, അവര് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ, ടെക്നോളജീസുകൾ, ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ടെക്നോളജീസുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഈ എന്താ ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ മാഗസീൻസിലൊക്കെ അവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. അപ്പൊ ഈ ആളുകൾ വന്നിട്ട് ഇങ്ങനെ അപ്പോയിന്റ്മെന്റ് എടുത്ത് ചിലപ്പോൾ ഇരിക്കുമ്പോൾ കുറച്ചു നേരം ഇരിക്കേണ്ടതായിട്ട് വരും. അവർക്ക് എന്താണ് മുഷിച്ചിലുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ TV അതുപോലെയുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റുകൾ, മാഗസീൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് മുഷിച്ചിലുണ്ടാവാൻ ചാൻസ് ഇല്ല. അത് കണ്ടിട്ട് കുറച്ചു നേരം അവിടെ ഇരുന്ന് മാഗസീനൊക്കെ വായിച്ചു അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി അവിടെ ഇരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള അഡിക്വേറ്റ് ആയിട്ടുള്ള ആവശ്യത്തിനുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റുകൾ കൊടുക്കാം, TV പ്രൊവൈഡ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. ഇനി എന്താണ്, സ്ക്രീനിങ് ഓഫ് OP ബൈ ജൂനിയർ ഡോക്ടേഴ്സ്. മെഡിക്കൽ കോളേജിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മളെ നോക്കുന്നത് ഓർത്തോ ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടറെ കാണാം. ആദ്യം നമ്മളെ നോക്കുന്നത് അവിടുത്തെ ജൂനിയർ ഡോക്ടേഴ്സ് ആയിരിക്കും. അവര് പറയുന്നതനുസരിച്ചിട്ടാണ് നമ്മള് ഏത് ഡോക്ടറെ കാണണം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള കെയർ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി എന്താണ്, ക്യൂയിങ് തിയറീസ് ഈസ് എ സയന്റിഫിക് ആൻഡ് മാത്തമാറ്റിക്കൽ വേ ഓഫ് സോൾവിങ് ദ പ്രോബ്ലം ഓഫ് ഓവർ ക്രൗഡിങ്. നമുക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മള് ക്യൂയിങ് തിയറി, ക്യൂ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഭയങ്കര കട്ട കൂടി നിൽക്കുന്നതോ അല്ലെങ്കിൽ ആളുകൾ തടച്ചു കൂടി നിൽക്കുന്നതൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് പറ്റും. അതുപോലെ തന്നെ രോഗങ്ങൾ ഉണ്ടാകുന്നത്, പടർന്നു പിടിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ കുറയ്ക്കാനായിട്ട്, കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അവോയ്ഡ് ക്യൂയിങ് ജമ്പിങ്, the act of going ahead of other people waiting in a line, something instead of waiting one's turn. എന്താ പറയുന്നത്, ചില ആളുകൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, വരുമ്പോൾ തന്നെ ഇടിച്ചിരി ഡോക്ടറെ കാണുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ കാണാൻ പറ്റും. നമുക്ക് എന്താണ്, നമ്മളെവിടെ ക്യൂ വലിച്ചെങ്കിൽ അവിടെ കസേരയിലൊക്കെ ഇരിക്കുന്നുണ്ടാവും. ചില ആളുകൾ വന്ന ഉടനെ തന്നെ രോഗി ഇറങ്ങുമ്പോ ഇടിച്ചു കയറി ഡോക്ടറെ കാണാനുള്ള സാഹചര്യം അല്ലെ, ഓവർടേക്കിങ് അല്ലെങ്കിൽ എന്താണ് അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഒഴിവാക്കാം, ക്യൂ പാലിക്കാനായിട്ടാണ് അവര് പറയുന്നത്. അതുപോലെ തന്നെ മെയിൻറ്റെയിൻ പഞ്ച്വാലിറ്റി. ഇപ്പൊ ഡോക്ടേഴ്സ് ഒക്കെ വൈകുന്നത് അല്ലെ, കൃത്യസമയത്ത് വരാൻ നോക്കാം. അത് അല്ലെങ്കിൽ രോഗികള് അവിടെ എന്താണ് വെയിറ്റ് ചെയ്തിരിപ്പിക്കാനും അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് കൃത്യമായിട്ട് പഞ്ച്വലായിട്ട് കൃത്യത പാലിക്കാനായിട്ട് നോക്കാം. ഇനി അതുപോലെ തന്നെ റിഡ്രസൽ ഓഫ് ഗ്രീവൻസസ്. എന്തായിരിക്കാം, രോഗികൾക്ക് എന്തെങ്കിലും പരാതികളൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് പരിഹരിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, കംപ്ലൈന്റ്സ്. ഇനി അതുപോലെ തന്നെ പ്രോപ്പർ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം അത് പാലിക്കാം.
ഇത്തരം കാര്യങ്ങളാണ് വരുന്നത് കേട്ടോ മെത്തേഡ്സിൽ. നെക്സ്റ്റ് നോക്കാം, ക്ലിനിക്കൽ റെക്കോർഡ്സ് കെപ്റ്റ് ഇൻ OPD. OPD-ല് എന്തൊക്കെ റെക്കോർഡ്സുകളാണ് സൂക്ഷിച്ചു വെക്കേണ്ടത്? OPD രജിസ്ട്രേഷൻ ഫോം ഇല്ലേ, അത് വേണം. അഡ്മിഷൻ ഫോം വേണം. മെഡിക്കേഷൻ റെക്കോർഡ്സ്. എന്താണ് മെഡിക്കേഷൻ റെക്കോർഡ്സ് എന്ന് പറഞ്ഞാല്? എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് മെഡിക്കേഷൻ റെക്കോർഡ്സ്? എന്തായിരിക്കാം? അറിയില്ല. മെഡിസിനുമായിട്ട്, വെരി ഗുഡ്, മെഡിസിനുമായിട്ട് റിലേറ്റ് ചെയ്താണ് മെഡിക്കേഷൻ റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ട്രീറ്റ്മെന്റ് റെക്കോർഡ്സ്, ഇൻവെസ്റ്റിഗേഷൻ. അറിയാലോ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാല്? ഇൻവെസ്റ്റിഗേഷൻ എന്താണെന്നാണ് പറയുന്നത്? ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ വെരി ഗുഡ്, ലാബ് ടെസ്റ്റുകൾ കേട്ടോ, സ്കാനുകൾ, ടെസ്റ്റുകളൊക്കെ ഓർമ്മയിൽ വരും. അങ്ങനെയുള്ള റെക്കോർഡ്സുകൾ കീപ്പ് ചെയ്യുക. കൺസെന്റ് ഫോംസ് എന്തായിരിക്കാം? കൺസെന്റ് ഫോംസ് എന്തായിരിക്കാം? കൺസെന്റ് ഫോംസ് എന്ന് പറഞ്ഞാല് സമ്മതപത്രം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് സൂക്ഷിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി നോക്കിയേ, എവറി ഹോസ്പിറ്റൽ മസ്റ്റ് മെയിൻറ്റെയിൻ ദ മെഡിക്കൽ റെക്കോർഡ്സ് റിലേറ്റിംഗ് ടു ഹിസ് ഓർ ഹർ ഇൻഡോർ പേഷ്യന്റ്. ആരാണ് ഇൻഡോർ പേഷ്യന്റ് എന്ന് പറഞ്ഞാല്? ആരാണ് ഇൻഡോർ പേഷ്യന്റ്? അഡ്മിറ്റ് ആയിട്ടുള്ള ഇൻ പേഷ്യൻസിനെയാണ് പറയുന്നത്. ഓക്കെ, വെരി ഗുഡ്. അപ്പോ ഇൻഡോർ പേഷ്യന്റ് or a period of 3 years from the date of acceptance of the treatment. എന്താ പറയുന്നത്? ഇങ്ങനെയുള്ള ഇൻപേഷ്യന്റ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യന്റിന്റെ ഈ മെഡിക്കൽ റെക്കോർഡ് എല്ലാ ഹോസ്പിറ്റലും, എവറി ഹോസ്പിറ്റൽ മസ്റ്റ് മെയിൻറ്റെയിൻ, അല്ലെ, സൂക്ഷിച്ചു വെക്കണം. എത്ര ഇയേഴ്സ് വേണം സൂക്ഷിച്ചു വെക്കാനായിട്ട്? 3 years അവിടെ സൂക്ഷിക്കണം. മനസ്സിലായോ? ഹോസ്പിറ്റല് 3 years വരെ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡുകൾ സൂക്ഷിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണ്. എന്തെങ്കിലും മരിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസിന് വേണ്ടതായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ എടുക്കാനോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഷുറൻസിന്റെ ഭാഗത്ത് നിന്ന്, ഇൻഷുറൻസ് കമ്പനീസിന്റെ ഭാഗത്തു നിന്നുള്ള എവിഡൻസുകൾ ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള മെഡിക്കൽ റെക്കോർഡ്സുകൾ എല്ലാ ഹോസ്പിറ്റലുകളും എന്ത് ചെയ്യണമെന്ന് പറയുന്നത്? എവറി 3 years വരെ എന്ത് ചെയ്യണം? സൂക്ഷിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടത് കേട്ടോ. 3 years എന്നുള്ളത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം, ജോബ് ഡിസ്ക്രിപ്ഷൻ OPD അസിസ്റ്റന്റ്. അറേഞ്ച്മെന്റ്സ് ഓഫ് നെസസറി ഇൻസ്ട്രുമെന്റ്സ് ഫോർ OPD. എന്ത് ചെയ്യണം? ഈ OPD അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു OPD-യിൽ ഒരു അസിസ്റ്റന്റ് ഉണ്ടാവും. അപ്പൊ അദ്ദേഹത്തെയാണ് നമ്മൾ OPD അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അദ്ദേഹം ചെയ്യേണ്ട ജോലികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ജോബ് ഡിസ്ക്രിപ്ഷൻ OPD അസിസ്റ്റന്റ്. ഫസ്റ്റ് കണ്ടെന്ന് പറയുന്നത് അറേഞ്ച്മെന്റ് ഓഫ് നെസസറി ഇൻസ്ട്രുമെന്റ് ഫോർ OPD. OPD വിഭാഗത്തിലോട്ട് എന്തൊക്കെ ഇൻസ്ട്രുമെന്റുകളാണ് ആവശ്യമായിട്ട് വരുന്നത്, അതിന്റെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ഡ്യൂട്ടി ആരുടേതാണ്? ഈ OPD അസിസ്റ്റന്റിന്റേതാണ്. ഇനി അതുപോലെ തന്നെ ഡയറക്റ്റിംഗ് പേഷ്യൻസ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ് ഇൻസൈഡ് ദ ഹോസ്പിറ്റൽ. ഇവിടെ പറയുന്നത് എന്താണ്? ഡയറക്റ്റിംഗ് പേഷ്യൻസ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ് ഇൻസൈഡ് ദ ഹോസ്പിറ്റൽ. ഇപ്പോ ഒരു പേഷ്യൻസ് പ്രായമായവരൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പല വിഭാഗങ്ങളും അവർക്ക് അറിയാൻ പറ്റില്ല, അല്ലെ. ലാബ് എവിടെയാണ്, അല്ലെങ്കിൽ ഈ ഡിപ്പാർട്ട്മെന്റ് എവിടെയാണ്, ഓർത്തോ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ അതെവിടെയാണ്, അവിടേക്ക് പോകുന്ന സ്ഥലം, അല്ലെങ്കിൽ ക്യാൻറ്റീൻ എവിടെയാണ്, അങ്ങനെയൊന്നും അവർക്ക് അറിയാൻ പറ്റില്ല പ്രായമായവർക്ക്, അല്ലെ. അപ്പൊ അങ്ങനെ അറിയാൻ പറ്റാത്തവർക്ക് നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഫസ്റ്റ് തന്നെ ഒരു സ്റ്റാഫ് നിൽക്കുന്നുണ്ടാവും, അല്ലെ. എവിടേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ ഏത് ഡോക്ടറെയാണ് കൺസൾട്ടേഷൻ ചെയ്യുന്നത് എന്നൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്, ഇല്ലേ. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ ഇന്ന ഏരിയ കേട്ടോ, ലെഫ്റ്റിലോട്ട് തിരിഞ്ഞിട്ട് റൈറ്റിലോട്ട് എന്ന് പറഞ്ഞു തരുമല്ലോ നമുക്ക്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് ചെയ്തു കൊടുക്കാനായിട്ട് തയ്യാറാവണം. അത് ആരുടെ ഡ്യൂട്ടിയാണ്? OPD അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടിയാണ്.
ഓക്കെ, ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ലേഡി നിൽക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു സ്റ്റാഫ് നിൽക്കുന്നുണ്ടാവും. അവരോട് ഇപ്പൊ അവര് നമ്മളോട് ചോദിക്കും എന്താണ് രജിസ്റ്റർ ചെയ്തോ, അല്ലെങ്കിൽ എവിടെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ളത് കാണിച്ചു തരും. എന്നിട്ട് പറയും ഇവിടെ ഇരുന്നോളൂ, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ കാണാം അല്ലെ, ടോക്കൺ നമ്പർ ഒക്കെ നോക്കിയിട്ട് അവിടെ ഇരുത്തും പ്രായമായവരൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഡ്യൂട്ടി ആരുടേതാണ്? ഈ OPD അസിസ്റ്റന്റിന്റേതാണ്. ട്രാൻസ്ലേറ്റിംഗ് ഇൻ കേസ് ഓഫ് റിക്വയർമെന്റ്. എന്ത് ചെയ്യണം? ഇപ്പോ കേരളത്തില് ആരൊക്കെയാണ് കൂടുതലുള്ളത്? നമ്മള് സാധാരണ മലയാളീസ് അല്ല, ഇപ്പോഴെന്താണ് ബംഗാളികളൊക്കെയാണല്ലേ കൂടുതലുള്ളത്. അപ്പൊ അവർക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഡോക്ടറിനെ കാണാനായിട്ട് വരും. അപ്പൊ അവരുടെ ഭാഷയില് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള അവരുടെ ഭാഷയില് നമുക്കറിയാം പല ആളുകളും ഹോസ്പിറ്റലിലോട്ട് വരും അല്ലെ, പലർക്കും പല അസുഖങ്ങളായിട്ട് വരാം. അപ്പൊ അങ്ങനെ വരുമ്പോ അവരുടെ ഭാഷയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഡ്യൂട്ടി OPD അസിസ്റ്റന്റിന്റേതാണ്. ഇനി പറയുന്നത് പാസിംഗ് കീസ് ഷീറ്റ് ടു അതർ ഡിപ്പാർട്ട്മെന്റ്സ്. എന്ത് ചെയ്യണം? ഇപ്പോ OPD കാണിച്ചു, അതിൽ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ ഓർത്തോനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും പീഡിയാട്രിഷനെ കാണിക്കുന്നുണ്ടെങ്കിൽ, ഡോക്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ രോഗിയുടെ കേസ് ഷീറ്റ് എന്ത് ചെയ്യണം? രോഗിയുടെ ട്രീറ്റ്മെന്റുകള്, അതുപോലെ മെഡിക്കൽ ഹിസ്റ്ററി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ടാവും, കേസ് ഷീറ്റിലുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആ കേസ് ഷീറ്റ് എന്ത് ചെയ്യാം? ആ ഡിപ്പാർട്ട്മെന്റിലോട്ട് പാസ് ചെയ്ത് കൊടുക്കാം. ഇനി അത് എന്താ പറയുന്നത്? എക്സ്പ്ലെയിനിങ് ബേസിക് ഡീറ്റെയിൽസ് ലൈക്ക് മെഡിക്കേഷൻ, ട്രീറ്റ്മെന്റ് ആൻഡ് റിസൾട്ട് ഫോർ വെയിറ്റിംഗ് ടു ദ പേഷ്യന്റ്. ഇതിലെ എന്താ പേഷ്യൻസിനൊക്കെ അവരുടെ എന്താണ് ട്രീറ്റ്മെന്റുകൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ കഴിക്കുന്ന മരുന്നുകളെ കുറിച്ച്, അതുപോലെ തന്നെ ചില ഡോക്ടേഴ്സ് എന്താണ്, ചില ഡോക്ടേഴ്സ് ഇപ്പൊ സർജറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഡോക്ടേഴ്സ് വൈകാം ചില കാരണങ്ങളാണ്. അപ്പൊ എന്താണ്, ഇവര് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ എന്താണ് ഡോക്ടർ വരാത്തതിന്റെ കാരണം, ഡോക്ടർ വൈകുന്നതിന്റെ കാരണം എന്താണ്? അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ അവരോട് പറഞ്ഞു കൊടുക്കാം. ഇന്നതാണ് കാരണം, ഡോക്ടർ ഇപ്പൊ തന്നെ വരും, 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടർ ഇപ്പൊ തന്നെ വരും, അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കേണ്ട ട്രീറ്റ്മെന്റ് മെഡിസിൻ ഇന്ന ട്രീറ്റ്മെന്റിലൂടെയാണ് പോകുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഡ്യൂട്ടിയും OPD അസിസ്റ്റന്റിന്റേതാണ്. അസിസ്റ്റ് ടു ഓപ്പൺ ന്യൂ മെഡിക്കൽ റെക്കോർഡ്സ്. ഇനി എന്ത് ചെയ്യണം? ഇവിടെ കാണിക്കുന്ന പേഷ്യന്റ് ആണെങ്കിൽ അവരുടെ മെഡിക്കൽ റെക്കോർഡ് അവിടെ തന്നെ ഉണ്ടാവണം അല്ലെ. ഇനി പുതിയ പേഷ്യന്റ് ആണ് നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് വന്നതെങ്കിൽ അവർക്ക് എന്ത് ഓപ്പൺ ആക്കണം? പുതിയതായിട്ട് മെഡിക്കൽ റെക്കോർഡ് ഓപ്പൺ ആക്കേണ്ടതുണ്ട്. അപ്പൊ അതിനുള്ള സഹായം ചെയ്ത് കൊടുക്കേണ്ട ഡ്യൂട്ടിയും OPD അസിസ്റ്റന്റിന്റേതാണ്. അതുപോലെ എൻഷുർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉറപ്പുവരുത്തുക. ഇത്രയും കാര്യങ്ങളാണ് OPD അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടീസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. ഇത്രയും വരെ എടുത്തത് വായിച്ചു നോക്കാം. ചിത്രങ്ങളൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കാം കേട്ടോ.
ഓക്കെ, ഇനി ഗസ്റ്റ് റിലേഷൻ ഓഫീസർ ആരാണ്, എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹത്തിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നാണ് ഇനി പഠിക്കാൻ പോകുന്നത്. നോക്കാം. ഗസ്റ്റ് റിലേഷൻ ഓഫീസർ. ഗസ്റ്റ് റിലേഷൻ ഓഫീസർ, also known as guest relation coordinator or guest relation specialist. ഓക്കെ, രണ്ടു പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തുവെക്കാം കേട്ടോ. ഗസ്റ്റ് റിലേഷൻ കോർഡിനേറ്റർ എന്ന് പറയുന്നുണ്ട്, ഗസ്റ്റ് റിലേഷൻ സ്പെഷ്യലിസ്റ്റ് എന്നും പറയുന്നുണ്ട്. ഓക്കെ, ഇനി അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ, അദ്ദേഹത്തിന്റെ എന്താണ്, അദ്ദേഹം ചെയ്ത ഡ്യൂട്ടി എന്താണ്? ഈസ് എ കസ്റ്റമർ സർവീസ് സെന്റർ എംപ്ലോയി ഹു എസെൻഷ്യലി greeted എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, greets എന്ന് പറഞ്ഞാൽ എന്താണ്, വെൽക്കം ചെയ്യാം അല്ലെ, സ്വാഗതം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ കസ്റ്റമർ സർവീസ് എന്താണ്, കസ്റ്റമറുടെ ആവശ്യങ്ങൾ എന്താണ്, അത് മനസ്സിലാക്കി അവർക്ക് ഉതകുന്ന രീതിയിലുള്ള സർവീസുകൾ എപ്പോഴും സാറ്റിസ്ഫൈഡ് ആകണം അല്ലെ. നമുക്കറിയാം, ഹോസ്പിറ്റലിലേക്ക് വരുന്ന പേഷ്യന്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു അസറ്റ് ആണ്. അപ്പൊ അവരെ എപ്പോഴും നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്യണം, അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കണം അല്ലെ. നല്ല രീതിയിലുള്ള സർവീസ് സെന്റേർഡ് സർവീസുകൾ നമ്മൾ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിന് നല്ല രീതിയിലുള്ള സർവീസ് കൊടുക്കുക എന്നുള്ളതാണ്. ഇനി അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് പോയിന്റ് നോക്കാം. ഗസ്റ്റ് റിലേഷൻ റെപ്രസെന്റേറ്റീവ് are available to assist patient and families by answering questions, explaining hospital policies, customer service, and helping to resolve issues related to hospital services. എന്താ പറയുന്നത്, ഗസ്റ്റ് റിലേഷൻ റെപ്രസെന്റേറ്റീവ് അല്ലെങ്കിൽ ഗസ്റ്റ് റിലേഷൻ കോർഡിനേറ്റർ അല്ലെങ്കിൽ ഓഫീസർ, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് പേഷ്യന്റ് വരും, പേഷ്യൻസിന് ആരുണ്ടാവും, ഫാമിലീസ്, റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ. അവർക്ക് എന്താണ്, ഇപ്പൊ എന്താണ് ഈ ട്രീറ്റ്മെന്റ് എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഈ മരുന്ന് കഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അങ്ങനെയുള്ള കുറച്ച് സംശയങ്ങൾ അല്ലെ, എന്തെങ്കിലുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ സംശയങ്ങൾ ചോദിക്കുമ്പോൾ അതിനുള്ള ആൻസേഴ്സ് കൊടുക്കാം. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ പോളിസിനെ കുറിച്ച്, അതുപോലെ പ്രൊസീജിയറിനെ കുറിച്ച്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും, ഹോസ്പിറ്റലിലെ പോളിസി എന്താണ് എന്നുള്ളത്, അതുപോലെ തന്നെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ, ഹോസ്പിറ്റൽ സർവീസുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സോൾവ് ചെയ്ത് കൊടുക്കാനുള്ള ഡ്യൂട്ടി ആരുടേതാണ്, ഈ ഗസ്റ്റ് റിലേഷൻ ഓഫീസറിന്റേതാണ്. അറ്റൻഡ് എൻക്വയറീസ് റിക്വസ്റ്റഡ് ബൈ ദ ഗസ്റ്റ് customers or for patients regarding facilities provided and everything else. എന്താ പറയുന്നത്, ഈ ഗസ്റ്റ് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത് ചെയ്യേണ്ട അനദർ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്, കസ്റ്റമേഴ്സ് വരാം അല്ലെ. നമുക്കിപ്പോ നമ്മുടെ നാട്ടിലുള്ള പേഷ്യൻസ് മാത്രമല്ല, ഫോറിൻ പേഷ്യൻസുകൾ നമ്മുടെ ഇടയിലോട്ട് വരാം, നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് വരാം. അപ്പൊ അവർക്ക് വേണ്ട എന്താണ് ഫെസിലിറ്റീസ്, സൗകര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. അതുപോലെ തന്നെ ചിപ്പ് ഇഫ് ആഡിക്വേറ്റ് വെൽക്കം ഫെസിലിറ്റീസ് ആർ അവൈലബിൾ for everyone whose arrival is on the list. എന്താ പറയുന്നത്, ഈ everyone whose arrival is the list എന്താ പറയുന്നത്, ഈ നമ്മുടെ ഞാൻ പറഞ്ഞു എന്താണ്, നമ്മുടെ ഹോസ്പിറ്റലിലൂടെ സാധാരണ ജനങ്ങൾ വരാം, അതുപോലെ തന്നെ സെലിബ്രിറ്റീസ് വരാം, അതുപോലെ വിഐപീസ് ഒക്കെ വരാം. അപ്പൊ അവർക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പല പല അറേഞ്ച്മെന്റുകൾ ചെയ്ത് വെക്കേണ്ടതായിട്ട് വരും അല്ലെ. ഇപ്പൊ വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺ, VIP എന്ന് പറഞ്ഞാൽ വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺ ആണ്. അവർക്കൊക്കെ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളവരായിരിക്കും. ഡോക്ടേഴ്സിനെ കണ്ട് അപ്പൊ തന്നെ കണ്ടു പോകാനായിട്ടുള്ള അറേഞ്ച്മെന്റ്സുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കേണ്ട ഡ്യൂട്ടിയും ആരുടേതാണ്, ഈ ഗസ്റ്റ് റിലേഷൻ ഓഫീസറിന്റേതാണ്. ലിസ്റ്റ് പ്രകാരം ആരെയാണോ മുൻപന്തിയിലുള്ളത്, ഏത് VIP ആണോ അല്ലെങ്കിൽ ഏത് പേഴ്സൺ ആണോ, ആ ലിസ്റ്റ് നോക്കിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാം. അറ്റൻഡ് ടു വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺ വിത്ത് മോർ അറ്റൻഷൻ. ഇങ്ങനെയുള്ള VIPs ഒക്കെ വന്നാലും അവരെ കൂടുതൽ കാര്യങ്ങളിൽ അവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുക, അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക, അറ്റൻഡ് ചെയ്യുക അവരെ. അതുപോലെ തന്നെ എന്താണ്, മെയിൻറ്റെയിൻ എ പൊളൈറ്റ് ആൻഡ് ഹംബിൾ പേഴ്സണാലിറ്റി വൈൽ അറ്റൻഡിങ് ദ ഗസ്റ്റ്. എന്താ പറയുന്നത്, പൊളൈറ്റ് ആയിട്ട് ഹംബിൾ ആയിട്ട് പെരുമാറാം, നല്ല രീതിയിൽ പെരുമാറാം കേട്ടോ. അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഗസ്റ്റുകളോട് വരുന്ന പേഷ്യൻസിനോടായാലും ഗസ്റ്റുകളോടായാലും നല്ല രീതിയിൽ ഹംബിൾ ആയിട്ട് പൊളൈറ്റ് ആയിട്ട് പെരുമാറാം. പ്രൊവൈഡ് എ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ
for all the information that can be potentially asked for along with the document needed. അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഇൻഫർമേഷൻ, അവിടെ വരുന്ന പേഷ്യൻസിന് എന്തെങ്കിലും പറ്റി ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻഫർമേഷൻ കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ അവർക്ക് കൊടുക്കുക, അവർക്ക് പറഞ്ഞു കൊടുക്കുക. Take care of each and everything the guest might need and for to avoid a last minute rush. നമ്മള് ഇപ്പൊ ഒരു അലോപ്പതി ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് വരികയാണെങ്കിൽ ആ ലാസ്റ്റ് മിനിറ്റിൽ ആ വ്യക്തി അല്ലെങ്കിൽ ആ പേഷ്യന്റ് വരുമ്പോൾ ആ ലാസ്റ്റ് മിനിറ്റിൽ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാതെ ചിലപ്പോ എന്താണ് ലാസ്റ്റ് മിനിറ്റിൽ അറേഞ്ച് ചെയ്യുമ്പോൾ ചിലപ്പോ അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലും തകരാറുകൾ സംഭവിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ 10:30 ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ 8 മണിക്ക് എണീറ്റ് കഴിഞ്ഞ് കുഞ്ഞുങ്ങളെയൊക്കെ ക്ലാസ്സിൽ വിട്ട് പണികളൊക്കെ ചെയ്ത് വെച്ച് 10:30 എനിക്ക് കയറാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? രാവിലെ തന്നെ എണീറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഒരു റിലാക്സ് ആയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം ക്ലാസ്സിൽ കയറാൻ അല്ലേ? അതാണ് അവിടെ പറയുന്നത്. ലാസ്റ്റ് മിനിറ്റത്തേക്ക് വെക്കരുത്, എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്യാം. ആ വ്യക്തി വരുമ്പോ കറക്റ്റ് ആയിട്ട് ഡോക്ടറെ കണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനായിട്ടുള്ള അറേഞ്ച്മെന്റ്സുകൾ ചെയ്യണം. ലാസ്റ്റ് മിനിറ്റിലോട്ട് വെക്കാനായിട്ട് പാടില്ല. Check the amenities for their quality and proper provision to leave no ground for complaints. ഇവിടെ പറയുന്നത് ഈ എമ്യൂണിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ സൗകര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ രോഗികൾക്ക് കൊടുക്കുന്ന പ്രോപ്പർ ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള കെയർ ആണോ എന്നുള്ളത്, സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള കെയർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. Ensure maintenance of a proper information in the database. എന്ത് ചെയ്യണം? കമ്പ്യൂട്ടർ സിസ്റ്റത്തിലോട്ട് എല്ലാ വിവരങ്ങളും കയറ്റേണ്ടത് അത്യാവശ്യമാണ് അല്ലെ? അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്, നമ്മുടെ കയ്യിൽ മിസ്സായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ പ്രോപ്പർ ആയിട്ട് ഡാറ്റാബേസിലോട്ട് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാനായിട്ട് ഉള്ളത് ഉറപ്പുവരുത്തുക. എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. Work in close contact with the manager and the guest. Get in touch with him whenever needed. എന്താ പറയുന്നത്? മാനേജറുമായിട്ട് നല്ലൊരു ക്ലോസ് കോണ്ടാക്ട് അത്യാവശ്യമാണ്. ഹോസ്പിറ്റലിന്റെ മാനേജറുമായിട്ട് ക്ലോസ് കോണ്ടാക്ട് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ have a thorough knowledge of hospital medical and non-medical department and its functioning. ഹോസ്പിറ്റലിലെ മെഡിക്കൽ ആയിട്ടുള്ളതും നോൺ മെഡിക്കൽ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ നോളജുകൾ, ഏതൊക്കെയാണ് മെഡിക്കൽ ആയിട്ടുള്ളത്, ഏതൊക്കെയാണ് നോൺ മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് ഉറപ്പുവരുത്തുക. നോളജ് അത്യാവശ്യമാണ് അദ്ദേഹത്തിന്. മെഡിക്കൽ ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ ചികിത്സാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. നോൺ മെഡിക്കൽ ഏതൊക്കെ വരാൻ പറ്റും, ഏതൊക്കെ പറയാൻ പറ്റും നമുക്ക്? എന്നൊക്കെ പറയാൻ പറ്റും? നോൺ മെഡിക്കല് വെരി ഗുഡ്, അഡ്മിനിസ്ട്രേഷൻ പറയാം. പിന്നെ ഇൻഷുറൻസ് പറയാം. ഓക്കെ, വെരി ഗുഡ്. ഹൗസ് കീപ്പിംഗ് ഏരിയാസ് അല്ലെ, ക്യാൻറ്റീൻ അല്ലെ, ഇങ്ങനെയുള്ള അതിനെയൊക്കെയാണ് നമ്മള് നോൺ മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് പറയുന്നത് കേട്ടോ. ഇത്തരം കാര്യങ്ങളാണ് ജോബ് റെസ്പോൺസിബിലിറ്റീസിൽ വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ചാപ്റ്റർ നെക്സ്റ്റ് ഡേ എടുക്കാം കേട്ടോ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
ക്ലിയർ ആണോ? നമ്മൾ ഇന്ന് എടുത്തത് എത്ര വരെ ആയിരുന്നു? ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഓക്കെ, ജനറൽ പ്രോബ്ലംസ് വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. എത്തിയത് സ്പെസിഫിക് പ്രോബ്ലംസ് പറഞ്ഞു, അത് ഏതൊക്കെയാണെന്നുള്ളത് പഠിച്ചു വെക്കണം കേട്ടോ. അതുപോലെ തന്നെ എന്തൊക്കെ മെത്തേഡ്സുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും സോൾവ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ എടുത്തത് ക്ലിനിക്കൽ റെക്കോർഡ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് അല്ലെ. OPD രജിസ്ട്രേഷൻ ഫോം ഉണ്ട്, അഡ്മിഷൻ ഫോംസ്, മെഡിക്കേഷൻ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്, എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? മെഡിസിനുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് മെഡിക്കേഷൻ റെക്കോർഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. ട്രീറ്റ്മെന്റ് അറിയാലോ. അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് ഏതുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? ലാബ് ടെസ്റ്റ്, അതുപോലെ യൂറിൻ അല്ലെ, MRI സ്കാനിങ് ടെസ്റ്റുകൾ. കൺസെന്റ് ഫോംസ് എന്ന് പറഞ്ഞാല് സമ്മതപത്രങ്ങൾ. അപ്പൊ ഇതൊക്കെയാണ് ക്ലിനിക്കൽ റെക്കോർഡ്സുമായിട്ട് ബന്ധപ്പെട്ടത്. അത് കീപ്പ് ചെയ്ത് OPD വെക്കേണ്ടത് ഇത്തരം കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കണം, എന്ത് എവറി പേഷ്യന്റ് അഡ്മിറ്റ് ആയ പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ്സുകൾ എല്ലാ ഹോസ്പിറ്റലുകളും 3 ഇയേഴ്സ് സൂക്ഷിച്ചു വെക്കണം എന്നുള്ളത് ഓർത്ത് വെക്കാം കേട്ടോ. അതുപോലെ തന്നെ ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് OPD അസിസ്റ്റന്റ് പഠിച്ചു വെക്കാം. അതുപോലെ തന്നെ നെക്സ്റ്റ് പഠിക്കേണ്ടത് എന്താണ് ഗസ്റ്റ് റിലേഷൻ ഓഫീസറിന്റെ അനദർ നെയിംസുകൾ ചോദിക്കാറുണ്ട്. ഗസ്റ്റ് റിലേഷൻ കോർഡിനേറ്റർ, ഗസ്റ്റ് റിലേഷൻ സ്പെഷ്യലിസ്റ്റ്. അതുപോലെ തന്നെ കസ്റ്റമർ സർവീസ് സെന്റേർഡ് എംപ്ലോയി ആണ് ആര്? ഗസ്റ്റ് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റീസും ഓർത്ത് വെക്കാം. ഇത്തരം കാര്യങ്ങളാണ് വരുന്നത്. ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഏതൊക്കെയാണ് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടത്? ഗൈഡ് നോക്കി പഠിച്ചാലും മതി. ഓക്കെ, മോക്ക് ടെസ്റ്റും തരുന്ന മോക്ക് ടെസ്റ്റ് നോക്കാം കേട്ടോ. മോക്ക് ടെസ്റ്റ് പ്ലസ് ഗൈഡ്. മോക്ക് ടെസ്റ്റ് നോക്കാതെ ഇരിക്കരുത്, ചിലപ്പോ ഗൈഡിൽ ഇല്ലാത്തത് മോക്ക് ടെസ്റ്റിൽ ഉണ്ടാവാം. അപ്പൊ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ ആണോ? വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ നിങ്ങൾക്ക്? ഈ ചാപ്റ്റർ ഓക്കെ അല്ലേ? അപ്പോ ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.